അപ്പോഴേ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചന്ന മസാലയാണ് അല്ലെങ്കിൽ വെള്ളക്കടലക്കറി ഇങ്ങനെയൊക്കെ പറയുന്ന നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള നല്ല അടിപൊളി ഒരു കടലക്കറിയാണ് ഞാനൊന്ന് റെഡിയാക്കാൻ പോകുന്നത്. പൊതുവേ നമ്മൾ ചന്ന ഭട്ടൂരയ്ക്കൊപ്പവും ഈ പൂരിക്കൊപ്പവും അങ്ങനെയൊക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്ന ഒരു കറിയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോഴത്തേക്കും ഭട്ടൂരയ്ക്കൊക്കെ ഒപ്പം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു അടിപൊളി തിക്കായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ ആദ്യം കടലയൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 4-5 സവാളയും എടുത്ത് ഒരു തക്കാളിയും 2-3 പച്ചമുളകും കൂടെ എടുത്ത് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സവാള നല്ല രീതിയിൽ തന്നെ വഴന്ന് വന്നാൽ മാത്രമേ നമ്മൾ ഈ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ടേസ്റ്റിന് വേണ്ടി. ഉപ്പിട്ട് വഴറ്റുമ്പോൾ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് വഴറ്റുന്നത്. നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ വഴന്ന് വരണം. കണ്ടോ, ഇവിടെ നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്തിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് ഒരു 2-3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ കറി കൂടുതൽ തിക്കാവാൻ വേണ്ടിയിട്ട്, നല്ല കുറുകിയ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഈ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലേ, ആ വെള്ളം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കടലയും കൂടെ ഒന്ന് തട്ടിയിട്ടിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേവിച്ച കുക്കറില്ലേ, അതിനകത്ത് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഒരു വിസിലും കൂടെ ഒന്ന് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നല്ല ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി കടലക്കറി കിട്ടും. കണ്ടില്ലേ, തിളച്ച് വരുന്നു. അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാനിലോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കാവണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കടല അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ചേർത്തിട്ട് ആവശ്യമുള്ള ഉപ്പോ മുളക് പൊടിയോ ഗരം മസാല എന്തെങ്കിലും കുറവായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ പെരുംജീരകം പൊടിച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല കുറുകിയ ഗ്രേവി കിട്ടും. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി കടുക് വറുക്കണം. ഒരു പാനിലോ ചീനച്ചട്ടിയിലോ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരുപാട് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ കടലക്കറിക്ക് ഇങ്ങനെ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ തേങ്ങാക്കൊത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ കടുക് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കിട്ടും. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഞാനങ്ങനെ പൊതുവെ എല്ലാ കറികളിലും ഇങ്ങനെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ടോ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലേവറുമാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല മണമാണ്. എന്നിട്ട് കണ്ടില്ലേ, കുറുകിയ ചാറോട് കൂടിയ തിക്കായിട്ടുള്ള ചന്ന മസാലയാണ് അല്ലെങ്കിൽ വെള്ള കടലക്കറി എന്നൊക്കെ പറയുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കൊപ്പവും ഭട്ടൂരയ്ക്കൊപ്പവും പൂരിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേരും പല രീതിയിലാണ് വെക്കുന്നത്, പക്ഷേ ഇതെൻ്റെ മമ്മി ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയാണിത്. അതേ രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഭട്ടൂരയ്ക്കൊപ്പം കഴിക്കുന്ന ചന്ന മസാലയുടെ അതേ ടേസ്റ്റാണ്, അതിനേക്കാളും ടേസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ.